Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ കാണും, കാരണം നമ്മൾ കുറേ ആയില്ലേ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നതിൻ്റെ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വ്ളോഗ് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ മോളുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചടങ്ങായിട്ടാണ് നടത്തിയത്. അപ്പം അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. നമ്മൾ രാത്രി 9:45 ഇവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോളുടെ ആദ്യത്തെ യാത്രയാണ്, ദൂരയാത്രയാണ്, ഫസ്റ്റ് ട്രെയിൻ ജേർണിയാണ്, അവളുടെ ഫസ്റ്റ് ജേർണിയാണ് ഇത്രയും ദൂരത്തേക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലുള്ളവരെല്ലാവരും അവളെ നോക്കും. അങ്ങനെയാണ് കരഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എല്ലാം സ്മൂത്തായിട്ട് പോയി. രാത്രി അവൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് കരഞ്ഞു, പക്ഷെ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമായിട്ട് മോക്കൊരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. രാത്രി ഒരു 8:30 ആകുമ്പോഴത്തേന് അവളുടെ മേലൊക്കെ ഒന്ന് കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ 9:30 ആകുമ്പോഴത്തേന് കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം 10 മണിക്ക് മുമ്പായിട്ട് അവൾ ഉറങ്ങാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാകാതിരുന്നത്. കാരണം 9:45 ആകുമ്പോൾ ട്രെയിൻ വന്നു, നമ്മൾ കയറി ഒന്ന് സെറ്റിൽ ആകുമ്പോഴത്തേന് അവൾ കരയാൻ തുടങ്ങി ഉറക്കത്തിന് വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 തവണ എഴുന്നേക്കാറുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ ആകുമ്പം ആൾ നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റോളും. പക്ഷേ രാവിലെ എഴുന്നേക്കും 5:30 ഒക്കെ ആകുമ്പോഴത്തേനും എഴുന്നേക്കാറുണ്ട്. ട്രെയിനിലായാലും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. രാവിലെ 5:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ചേച്ചി എഴുന്നേറ്റു, അച്ഛൻ എഴുന്നേറ്റു. പിന്നെ അങ്ങനെ രണ്ടാളും കൂടി കളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല സ്മൂത്ത് ജേർണി ആയിരുന്നു അവളെയും കൊണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗ്ലൂർ വഴി പോകുന്ന ട്രെയിനായിരുന്നു. മാംഗ്ലൂർ വഴി കണ്ണൂരും അത് കഴിഞ്ഞ് കോഴിക്കോടാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഈ ട്രെയിനെന്ന് വെച്ചാൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം കേട്ടോ. മാംഗ്ലൂരൊക്കെ കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. നേത്രാവതി റിവറും അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ്. പയ്യന്നൂരൊക്കെ കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോകാം. ഇതിൻ്റെ ഇടയ്ക്ക് മാംഗ്ലൂരൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ശരിക്കും അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വീട്ടിലെത്താൻ എങ്ങനെയും 11:30-12 ആ ഒരു ടൈം ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞാൻ മോക്ക് രാത്രി റോംപേഴ്സ് ആയിരുന്നു ഇട്ട് കൊടുത്തത്. കാരണം AC ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റോംപേഴ്സ് ഇട്ട് കൊടുത്തു. കണ്ണൂർ അടുക്കാറായപ്പോഴത്തേന് വാവയുടെ ഡ്രസ്സ് അങ്ങ് മാറ്റിയിട്ട് ഒരു കോട്ടൺ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. പിന്നെ മോളുടെ ഡ്രസ്സ് മാറ്റി മോക്ക് ഒരു കോട്ടൺ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല ചൂടുണ്ട്. സമ്മർ ടൈമിൽ കണ്ണൂരിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, നല്ല ചൂടാടെ. അപ്പോൾ എന്തായാലും അവരെ റെഡിയാക്കിയതിന് ശേഷം ഞാനൊന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഒരുങ്ങിക്കാമെന്ന് വിചാരിച്ചു. പൗഡറും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് എഴുതി ഒരു ലിപ്സ്റ്റിക് ഇട്ടു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ വേർത്തൊഴുകും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ എപ്പോൾ കണ്ണൂർ പോയാലും എൻ്റെ സ്കിൻ ഇങ്ങനെ പൊട്ടാറുണ്ട്, അത്രയ്ക്കും ചൂട് കൂടുതലാണ് അവിടെ. അപ്പം നമുക്ക് കണ്ണൂർ അടുക്കാറായി, ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കണ്ണൂരിലെത്തി. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ കണ്ണൂരിലേക്ക് വരുന്നത്, നാട്ടിലേക്ക് വരുന്നത് തന്നെ. കാരണം കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ റോഡ് ട്രിപ്പായിരുന്നു കണ്ണൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കാറെടുത്താണ് പോയത്. പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പോകുമ്പോൾ ഒന്നും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡ് ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞിട്ട് ആ മാസമല്ല അടുത്ത മാസമാണ് ഞാൻ ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ്, കൺസീവ്ഡ് ആണെന്നുള്ളത്. പിന്നീട് ഞാൻ യാത്രയൊന്നും ചെയ്തിട്ടില്ല, കണ്ണൂരിലേക്ക് പോയിട്ടില്ല. അങ്ങനെ 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ ജിജുവേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. കഴിഞ്ഞ വർഷം ഇവിടുന്ന് പോകുമ്പോൾ 3 പേരായിരുന്നു, ഇപ്പോൾ അതാ ഒരാളും കൂടി ഉണ്ട്. ഇപ്പോൾ കുഞ്ഞാവ ആദ്യമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് കയറുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ചടങ്ങല്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിളക്ക് കത്തിച്ചിട്ട് അരി ഇടുന്ന ചടങ്ങെന്ന് പറയും. വിളക്ക് കത്തിച്ചിട്ട് കുഞ്ഞിന് ഇങ്ങനെ അരി തൊട്ട് ചെയ്യും. ഇതുപോലെ എനിക്കതിന് എന്താ എക്സാക്റ്റായിട്ട് പറയുന്നത് അറിയില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആവാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മറന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കും കൂടി ചെയ്യും. അവിടെ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റും. അപ്പോൾ അമ്മയും ചേച്ചിയും ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വാവേനെ അങ്ങ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ ആദ്യമായിട്ടാണ് വാവേനെ എടുക്കുന്നത്, കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുമ്പ്. കാരണം അമ്മയ്ക്ക് ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ വന്ന് കുഞ്ഞിനെ കാണാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് ആർക്കും അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരെല്ലാവരും വാവേനെ കാണുന്നത്. അയ്യോ ഒന്നും പറയണ്ട, അവൾ ആദ്യം ഒന്ന് പതറി വല്ലാതെ കരച്ചിലൊക്കെ തുടങ്ങി. കാരണം ചൂട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കുറച്ചൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ നല്ല ചിരിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇവർ രണ്ടുപേരും ജിജുവേട്ടൻ്റെ പെങ്ങളുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം കുക്കു ജനിക്കുന്ന സമയത്ത് ഇവർ 2 ആൾക്കാരും ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഈ വാവ ഉണ്ടാകുമ്പോൾ അവർ അത്യാവശ്യം നല്ല വലിയ കുട്ടികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ആളും നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. മൂക്കും നല്ല ഇഷ്ടമാണ്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് മോളുടെ പേരിടുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. ചെറിയ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ മോൾ ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
ഭയങ്കര ചൂടും അതിൻ്റെ കൂടെ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം രാവിലെ ആയിരുന്നു നമ്മളൊരു 11:30-ക്കായിരുന്നു ചടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് ആ സമയം എന്ന് പറയുന്നത് പൊതുവേ മോൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഇവളുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേന് തന്നെ എൻ്റെ മനസ്സങ്ങ് ഇതായിപ്പോയി. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ ചടങ്ങൊക്കെ ചെയ്തതിന് ശേഷം അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഞാനങ്ങ് ഉറക്കി, കുഞ്ഞിനെ അങ്ങ് ഉറക്കി. അത്രയും ഉറക്കക്ഷീണം ഉണ്ടായിരുന്നേ. ഇവരുടെ നാട്ടിൽ ഈ ചടങ്ങിനെ പാല് കൊടുക്കൽ ചടങ്ങെന്ന് പറയും കേട്ടോ. ജസ്റ്റ് കുറച്ച് പാലിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാവയ്ക്കുള്ള അരിഞ്ഞാണം, മാല, അങ്ങനെ എന്തൊക്കെയാണോ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അച്ഛനാണ് ഇട്ട് കൊടുക്കുന്നത്, അരിഞ്ഞാണം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാല ഇട്ട് കൊടുത്തു. അങ്ങനെയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു. കാരണം ഭയങ്കര കരച്ചിലാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും വന്നവരെല്ലാവരും വാവേനെ ഒന്ന് അനുഗ്രഹിച്ച് പാല് കൊടുത്ത് ആ ചടങ്ങ് പെട്ടെന്ന് അങ്ങ് തീർത്തു. പിന്നെ ഇതിന് ടൈമിംഗ് ഉണ്ടായിരുന്നു, 11:30 to 12:15 ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യണം, അങ്ങനെ ആയിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ 11:45 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്ത് തീർത്തേക്കാന്ന് പറഞ്ഞിട്ടാണ് സ്പീഡായിട്ട് അങ്ങ് ചെയ്ത് തീർക്കുന്നത്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ, വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് ഒരു ചടങ്ങ് ചെയ്തതാണ്. കുക്കുവിൻ്റെ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ മോളുടെ പേരിടൽ ചടങ്ങൊക്കെ ഇവിടെ ചേർന്ന് ചെയ്തത്. ഇത് പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പേരൻസും ഇവിടെ ഇല്ല, പിന്നെ ജിജോൻ്റെ പേരൻസും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നാട്ടിൽ പോകുന്നുണ്ട് വിഷുവിന്, ആ സമയത്ത് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അതാകുമ്പോൾ കുറച്ചെങ്കിലും ബന്ധുക്കളുടെ ഇടയിൽ വെച്ചിട്ട് ഈ ഒരു ചടങ്ങ് ചെയ്ത പോലെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിക്കുകയാണ് എല്ലാവരും. ഇവിടെ പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ, എന്തിനും ഏതിനും ബിരിയാണിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സദ്യ അല്ല, ബിരിയാണിയാണ്. സോ വിഷു ആയാലും ഓണമായാലും ചടങ്ങായാലും ബിരിയാണി മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് അതെല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിലായിരുന്നു. ഇത് ജിജുവേട്ടൻ എടുക്കുന്ന വീഡിയോസാണ്. ഇനി അങ്ങോട്ട് കുറച്ച്, കാരണം ഞാൻ വീട്ടിലായിരുന്നെങ്കിലും ജിജുവേട്ടൻ ആ ഒരു 3-4 ദിവസം നമ്മൾ നാട്ടിലുണ്ടായിരുന്ന 3-4 ദിവസവും ഇവർ പുറത്ത് പോകുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ എപ്പോഴും പുറത്ത് പോകാൻ പറ്റില്ല, കാരണം മോള് ചെറുതാണല്ലോ, അവളെയും കൊണ്ട് എപ്പോഴും അങ്ങനെ പുറത്ത് പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനും മക്കളും ഒക്കെ ഇങ്ങനെ മാറി മാറി എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം നമ്മുടെ ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ അന്ന് വൈകുന്നേരം ഇവർ ചൂട്ടാട് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. മോൾ ഇവിടുന്ന് പോകുമ്പോൾ തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ബീച്ചിലേക്ക് പോകണം. കണ്ണൂർ എന്ന് പറഞ്ഞാലേ അവൾക്ക് ആദ്യം ബീച്ച് അതേ ഓർമ്മ വരുള്ളൂ. സോ ഇവിടുന്നേ തീരുമാനിക്കും ബീച്ചിലേക്ക് പോകണം, ഏത് ബീച്ചിൽ പോകണം എന്നൊക്കെ ഇവിടുന്ന് തീരുമാനിച്ചിട്ടാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിക്കോളും, എത്തേണ്ട താമസം തുടങ്ങിക്കോളും. അച്ഛൻ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റേത് ഞാനും പോകുമായിരുന്നു, പക്ഷേ ഇപ്പം വാവ ചെറുതാണ്, ഒന്നാമത്, രണ്ടാമത് കടൽക്കാറ്റൊക്കെ അടിക്കുമല്ലോ, അതൊന്നും സേഫ് അല്ലല്ലോ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആരും പോകാതിരുന്നത്. ഇവർ മാത്രമായിട്ട് 2 പിള്ളേരും ജിജുവേട്ടനും കൂടി പോയിട്ട് വന്നത്. അവർ കുറച്ച് നേരം അവിടെ കളിച്ച് പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. ബീച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൾ അവിടുന്ന് കയറുന്ന ഒരു ഉറപ്പുമില്ല. വാവയുടെ പേര് പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ ഈ ഒരു ഷോട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്, പേരിൽ ചടങ്ങ് കാണിച്ചു പക്ഷേ പേര് പറയാൻ വിട്ടുപോയത്. മോൾ എഴുതുന്നുണ്ട് അവിടെ, അതങ്ങ് വേവ്സ് വന്ന് കൊണ്ടുപോയി. വാവയുടെ പേര് നമ്മൾ വെച്ചേക്കുന്നത് ജിയ എന്നാണ്, ജിയ വി ജിജു, അതാണ് വാവയുടെ പേര്. മൂത്ത മോളുടെ പേര് ജാൻവിക വി ജിജു, രണ്ടാമത്തെ ആളുടെ പേര് ജിയ വി ജിജു, അതാണ് വാവയുടെ പേര് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഓർക്കുന്നത് പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. സോ അങ്ങനെ അവർ അവിടെ എല്ലാം കളിച്ച് അത് കഴിഞ്ഞ് ഇതായിരുന്നു അവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം 8-8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഇതുപോലെ ജിജുവേട്ടൻ മോനെയും കൊണ്ടാണ് ഈ പ്രാവശ്യം പോകുന്നത്. ഇങ്ങനെയാണ്, ഒരു ദിവസം രണ്ട് പിള്ളേരെയും കൊണ്ട് പോവുകയാണെങ്കിൽ അടുത്ത ദിവസം ഒരാളെയും കൊണ്ട് പോകേണ്ടി വരും. കാറിലാകുമ്പോൾ ആ പ്രശ്നമില്ല, എല്ലാവരും കൂടെ അങ്ങ് പോകാൻ പറ്റും. പക്ഷേ ബൈക്കാകുമ്പം ഇങ്ങനെ 2 പേര് വെച്ചിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഇത് പിറ്റേ ദിവസം ഇവർ പറശ്ശിനി പോയ വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൽ കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റാണ് പറശ്ശിനി വിസിറ്റ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാ പ്രാവശ്യം ഞാനും പോകാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ വല്ലാതെ മിസ് ചെയ്ത ഒരു ഇതാണ്. എനിക്ക് വേറെ എന്തും ഓക്കെ, പക്ഷേ കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറശ്ശിനി പോയില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആണ്. അവിടെ പോയി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ആ ഒരു എന്തോ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സാധനം കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ കണ്ണൂരിലേക്ക് ഞാൻ കല്യാണം കഴിച്ച് പോകുന്നതിന് മുമ്പ് എനിക്ക് പറശ്ശിനി കടവ് എന്ന് പറയുന്ന ടെമ്പിളോ അല്ലെങ്കിൽ പറശ്ശിനി എന്താണെന്ന്, പറശ്ശിനി മുത്തപ്പൻ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഒരിക്കൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പോകുന്നു നിർത്താൻ പറ്റില്ല. അത്രയ്ക്ക് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്.
ഈ പ്രാവശ്യം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജിജോട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോകുമ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എടുക്കണം, എനിക്ക് തരണം, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജിജോട്ടൻ അന്ന് അവിടെ പോയിട്ട് തൊഴുത്. പിന്നെ നമുക്ക് ഇവിടുന്ന് പ്രസാദമായിട്ട് കിട്ടുന്നത് ചായയും അതേപോലെ വൻപയർ വേവിച്ചതുമാണ് കേട്ടോ. അത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രസാദം. എനിക്കിതുവരെയായിട്ടും വേറെ ഒരു അമ്പലത്തിൽ നിന്നും കിട്ടിയിട്ട്, നമ്മൾ പല അമ്പലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രസാദമായിട്ട് നമുക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല. ചായ കിട്ടും, അതും അൺലിമിറ്റഡ് ആണ്. അത് നമുക്ക് അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, ചായ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, നമുക്ക് എടുത്ത് കുടിക്കാം, അങ്ങനെയാണ്. അതേപോലെ വൻപയറും അതിൽ കുറച്ച് തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. എത്ര ചൂടുണ്ടെങ്കിലും ആ ചായ കുടിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ മിസ്സാക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അവിടെ പോയവർക്കറിയാം, എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്ന ഒരു അമ്പലമാണ് കേട്ടോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ അമ്പലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, അതായത് ഒരുപാട് ഐറ്റംസ് ഒന്നും അല്ല. ചോറും ഒരു സാമ്പാറോ അല്ലെങ്കിൽ പരിപ്പേറി ഉണ്ടാവും, പിന്നെ മോരുണ്ടാവും, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന്, 2 കറിയും ചോറും, അത്രയേ ഉള്ളൂ. പക്ഷെ അതെന്തൊരു സ്വാദാണെന്നറിയോ, അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അത് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര അത് കൂടുതൽ, അങ്ങനെയൊന്നും അല്ല, ശരിക്കും അത് കഴിച്ചവർക്കേ മനസ്സിലാവുള്ളൂ അതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിള്ളേർക്ക് എന്തോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാനായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പുറത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. നമുക്ക് വിഷുവിന് ഡ്രസ്സ് എടുക്കണം, മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചു. അവർ പറശ്ശിനി പോയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. ഫാമിലി വെഡിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഷോറൂം ഉണ്ട് അവിടെ, നമ്മൾ അവിടേക്കാണ് പോയത്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ ചൂട് കാലത്ത്. കാരണം അവിടെ ആകുമ്പോൾ AC ഉണ്ട്, വേറെ എവിടെയും നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടായതുകൊണ്ട് തന്നെ. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നമില്ല, കുട്ടി കുറച്ച് കൂളായിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ജിജോട്ടൻ്റെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുത്തതിന് ശേഷം കുക്കുവിനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ 2 ഡ്രസ്സിൽ ആ സ്കേർട്ടും ടോപ്പുമാണ് ചൂസ് ചെയ്തത്. എനിക്ക് മറ്റേ ആ ഒരു ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആ സൈസ് അങ്ങോട്ട് അത്ര മാച്ച് ആവാത്തതുകൊണ്ട് ഞാൻ ആ സ്കേർട്ടും ടോപ്പും എടുത്തു. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, മോന് ജിജോട്ടൻ്റെ പെങ്ങളുടെ മകനാണത്, അപ്പം അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് കേട്ടോ. അപ്പം മനഃപൂർവ്വം തന്നെ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നേരെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനായിട്ടാണ്. ഇതെനിക്ക് എക്സാക്ട് സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, പക്ഷേ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. മിസ്സാക്കാതെ, നിങ്ങൾ കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സാക്കാതെ കുടിക്കേണ്ട ഒരു സംഭവമാണ് കണ്ണൂർ കോക്ടെയിൽ. ഭയങ്കര ടേസ്റ്റാണ്. ആൻഡ് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ക്രഞ്ചി ആയിട്ടും ഉണ്ട് കഴിക്കാൻ. ഏറ്റവും നല്ല കോക്ടെയിൽ ഇവിടെയാണോ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ കുടിച്ച കോക്ടെയിൽ അടിപൊളിയായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ കോക്ടെയിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്കിവിടെ ബാംഗ്ലൂരും ഈ സാധനം കിട്ടും, പക്ഷേ എന്നാലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. എന്നുവെച്ചാൽ ഇതുപോലെ എല്ലാം ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇത്രയും മധുരം അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും ഒരു കുറവുണ്ടാവും വേറെ എവിടെ കുടിച്ചാലും. പക്ഷേ കണ്ണൂരാകുമ്പം പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ കുടിച്ചെടുത്ത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അന്ന് കുറച്ച് രാത്രിയായി വീട്ടിലെത്താൻ. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാങ്ങയിൽ നിന്ന് മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ മാങ്ങയും പറിച്ചിട്ട് ഒരു ബക്കറ്റിലാക്കി വെക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇത് പറിക്കാനൊന്നും പറ്റില്ല, അപ്പോൾ വേസ്റ്റ് ആയി പോകും. അല്ലെങ്കിൽ തന്നെ കുറേ മാങ്ങ വേസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ മാങ്ങയും അങ്ങ് പറിച്ചിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണിക്ക് വേണ്ട മാങ്ങയും കൂടി മാറ്റി വെക്കുന്നുണ്ട്. കണിക്ക് ഇങ്ങനെ കണ്ണിമാങ്ങയാണല്ലോ വെക്കുന്നത്, അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട്. അല്ലാതെ കിട്ടിയ ബാക്കി മാങ്ങയെല്ലാം ഇങ്ങനെ പറിച്ച് മാറ്റി വെക്കുകയാണ്. കുറച്ച് ഞാൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ച് ചേച്ചിയുടെ വീട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ വെച്ച് കുറച്ച് കഴിക്കുകയും ചെയ്തു. കട്ട് ചെയ്ത പാടെ നമ്മൾ ആദ്യം ചെയ്തത് മാങ്ങ ഉപ്പും മുളകും ഒക്കെ പെരക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നല്ലോണം പെരട്ടിയെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ മാങ്ങ കഴിക്കാറുള്ള ആളല്ല, പക്ഷേ എന്തോ ഇവരെല്ലാവരും കൂടി കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ഒന്ന് കഴിച്ചു നോക്കാമെന്ന്. അത്യാവശ്യം നല്ല പുളിയുള്ളൊരു മാങ്ങയായിരുന്നു, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് കാരണം കഴിച്ചു തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് ഇരുന്ന് ഞാൻ കുറച്ചേറെ മാങ്ങ കഴിച്ചു. എനിക്ക് പൊതുവേ മാങ്ങ അത്ര സെറ്റാവാത്ത ഒരാളാണ് കേട്ടോ, പക്ഷെ ഞാനിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം പിള്ളേരെയും കൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ റെഡിയായി പോയത്. പക്ഷേ അമ്പലത്തിൽ പറയുമ്പം മാടായിപ്പാറ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. മാടായിപ്പാറ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ഒരു കാവുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോയത്. എന്നാൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പ്ലാനൊക്കെ മാറ്റി അവർ പെറ്റ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങിയത്. ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ചത് പെറ്റ് സ്റ്റേഷനിൽ പോകാം. പിള്ളേർ 2 പേരും ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചൂട്ടാട് ബീച്ചിന് അടുത്തായിട്ട് തന്നെ പെറ്റ് സ്റ്റേഷൻ ഉണ്ട്. ആ ബീച്ചിന് ഓപ്പോസിറ്റ് തന്നെയാണെന്ന് പറഞ്ഞത്. ഞാൻ പോയിട്ടില്ല, അപ്പോൾ ഇവർ പോയി. പിന്നെ കുക്കുവിനും പിന്നെ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് മൃഗങ്ങൾ, പക്ഷികൾ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ പോയി അവൾ ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്ത് അവൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം.
ശരിക്കും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുക്കി വിട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാഷ്വൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതിപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്കേർട്ടൊക്കെ ഇട്ട് വിട്ടത്. പക്ഷേ അവിടെ പോയപ്പോൾ ഇവർ പ്ലാൻ മാറ്റിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും ഈ ഒരു അവർ കാണിച്ച വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോകണം എന്നുള്ളത്. കാരണം എനിക്കും പെറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാനും ഇഷ്ടമാണ്, എടുക്കാനും ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. ഇവിടെ എവിടെയോ അടുത്ത് പോയപ്പം ബാംഗ്ലൂർ തന്നെ ഒരു പെറ്റ് സ്റ്റേഷനിൽ പോയപ്പോൾ പെറ്റ്സിനെ വളർത്തുന്ന സ്ഥലത്ത് പോയപ്പം ഞാൻ മിസ് ചെയ്തതാണ് പാമ്പിനെ കയ്യിലെടുക്കുന്നത്. എനിക്കന്ന് ഞാൻ ആഗ്രഹിച്ച് പോയതാണ് ഒന്ന് ചെയ്ത് നോക്കണം, എടുത്ത് നോക്കണം എന്നുള്ളത്. പക്ഷേ അത് ഇവിടെ വെച്ച് കിട്ടിയില്ല. ഇവിടെ ഈ പെറ്റ് സ്റ്റേഷനിലുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇനി പോകുമ്പം എന്തായാലും അതൊക്കെ നോക്കണം എന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞത്. കുട്ടികൾക്ക് വെക്കേഷനുള്ള സമയത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇതെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ അവരെയും കൊണ്ട് പോകാൻ പറ്റിയ സ്ഥലമാണല്ലോ. മോള് പിന്നെ ഈ ഒരു മക്കാവ് പാരറ്റിനെ കണ്ടപ്പോഴത്തേന് കയ്യിലെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതെടുത്തുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അല്ലാതെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഇങ്ങനെ കയ്യിൽ കൊടുക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി കയ്യിൽ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഫുള്ള് കറങ്ങി അടിച്ച് എല്ലാ ആനിമൽസിനെയും കണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും നല്ല വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:30 ആയിട്ടുണ്ടായിരുന്നേ. ഇത് വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ ഇവരിവിടെ പോകുന്നത്. അന്ന് രാത്രിയാണ് നമ്മുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. വിഷുവിനെക്കാട്ടിലും ഗംഭീരമായിരിക്കും വിഷുവിൻ്റെ തലേന്ന്. ബിക്കോസ് അന്ന് വീട്ടിൽ പടക്കമൊക്കെ പൊട്ടിക്കും. അപ്പോൾ നേരെ വന്ന് പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യത്തെ വിഷുവിന് പ്രത്യേകത വെച്ചാൽ നമ്മുടെ വാവേൻ്റെ ആദ്യത്തെ വിഷുവാണ്. പിന്നെ വീട്ടിലധികം സൗണ്ടുള്ള പടക്കങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ കുട്ടികൾക്ക് പൊട്ടിക്കാൻ പറ്റുന്ന മാത്രം. കാരണം വാവയുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സൗണ്ടിൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ വീടിൻ്റെ മുറ്റത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ച് തലേദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും അമ്മ കണി കാണാനായിട്ട് വിളിച്ച് അങ്ങനെ ഏട്ടൻ പോയിട്ട് കണി കാണുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുവാവിനെ കാണിക്കാൻ പറ്റില്ല, കാരണം അവൾ അത്ര രാവിലെ എഴുന്നേക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാവ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി കണി കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ ജിജേട്ടനെ വിളിക്കുന്നത്. സോ അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചു. പിന്നെ അന്നാണ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ പോകുന്നത്. സോ അന്ന് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചൂടൊക്കെ ആയിട്ട് എനിക്ക് എന്തെന്നറിയില്ല, ഭയങ്കര ചൂട് കൂടുതലായിരുന്നു അന്ന്. പിന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ചൂട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വീഡിയോസ് ഒന്നും വേറെ എടുക്കാൻ നിന്നില്ല കേട്ടോ. പോരാത്തതിൻ്റെ പാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനല്ല ബിരിയാണി ഉണ്ടാക്കിയത്, ചേച്ചിയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു സൈഡിൽ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സൈഡിൽ അടുക്കളയിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനത് സ്കിപ്പ് ചെയ്തു. സോ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി വാവിൻ്റെ ചോറൂണിന് തിരിച്ച് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കണം അപ്പോഴത്തെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചോറൂണ് ഇവിടെ വെച്ച് നടത്തണോ അതോ ബാംഗ്ലൂർ വെച്ച് നടത്തണോ ഇപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല. ബട്ട് സ്റ്റിൽ ആഗ്രഹമുണ്ട് തിരിച്ച് വരണം എന്നുള്ളത്. നമുക്ക് നോക്കാമല്ലോ ആ ഒരു സമയത്ത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം 6 മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തേക്കുന്നത് തിരിച്ചു പോകാനായിട്ട്.
സോ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. പോകുന്ന വരെ ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പോകുന്ന സമയമാകുമ്പം എന്തോ ഒരു ഇതാണ്, നമുക്ക് ഒരു ബായ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അമ്മയോട്. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒന്നും മിണ്ടാറില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയണമെന്ന് മനസ്സിലാവാതെ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നോക്കേണ്ടി വരും. ഞങ്ങൾ എന്തായാലും എല്ലാവരോടും ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കൃത്യം 6 മണി ആയപ്പോഴത്തേനും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ 9:30 ആകുമ്പോഴേ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പിന്നറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അവളവിടെ കിടന്നു. പിന്നെ കുറച്ച് നേരം കളിപ്പിച്ച് ഫൈനലി ഒരു 9:30-10 മണിയൊക്കെ മുന്നേ തന്നെ അവൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് ഉറങ്ങിക്കോളും. സോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Until then, bye.